സ്റ്റേറ്റ് സിലബസ് ഹിന്ദി ക്ലാസ് 7 ഇക്കായി 2 അൻമോൾ ഖസാന. അൻമോൾ എന്നാൽ വിലപിടിപ്പുള്ള, ഖസാന ധനം, വിലപിടിപ്പുള്ള ധനം എന്നാണ് അർത്ഥം. ഈ ലെസണിൽ കുറച്ച് പിക്ചേഴ്സ് കാണാം. എന്തൊക്കെയാണ് കാണുന്നത്? ഒരു മരം അല്ലെ, നോട്ടുകളുടെ മരമാണ് അല്ലേ. പിന്നെ നോട്ട് പറിക്കുന്ന ഒരാളെ കാണാം, മരത്തിനിടയിൽ വിശ്രമിക്കുന്ന ഒരാളെ കാണാം. പിന്നെ നോട്ട് താഴെ വീഴുമ്പോൾ സഞ്ചിയിലാക്കാൻ വേണ്ടി നിൽക്കുന്ന 3 പേരെയും കാണും. അതാണ് ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹെ, ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നാണ്. പേടുക്കോ നാം ദേ, ഈ പേടിന് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പേടിന് നമുക്ക് നോട്ടിൻ്റെ മരം എന്ന് നമുക്ക് വിളിക്കാം അല്ലേ, റുപേ കാ പേട് എന്ന് വിളിക്കാം. ചിത്രമേ റുപേ കാ പേട്, रुपयों को नीचे गिराने की कोशिश करने वाला एक आदमी, टोकरी लेकर खड़े आदमी, चुपचाप पेड़ के नीचे बैठे रहे आदमी आदि दिखाई दे रहा है. ഇത് നമുക്ക് ലെസൺ വായിക്കാം. किसी गांव में विक्रम नामक एक युवक रहता था. ഒരു ഗ്രാമത്തിൽ വിക്രം എന്ന പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. एक दिन बैठे बैठे वह सोचने लगा, ഒരു ദിവസം അദ്ദേഹം ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. മേ കേസെ ഡേർ സാരാ ധൻ കമാവും ഔർ ആരാം സേ രഹു, ഞാൻ എങ്ങനെ ഡേർ സാരാ ധൻ, കുറേ ധനം, സമ്പത്ത് എങ്ങനെ കമാവും എന്നാൽ സമ്പാദിക്കും, ഔർ ആരാം സേ രഹു, എന്നിട്ട് സമ്പാദിച്ചിട്ട് വിശ്രമത്തോടെ ജീവിക്കും, എങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന് അദ്ദേഹം ഇരുന്ന് ചിന്തിച്ചു. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा. എന്നിട്ട് അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ നടന്ന് തൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് പെട്ടെന്ന് ധനം ഉണ്ടാക്കുന്നത്. ജൽദി ധൻ കമാനെ, പെട്ടെന്ന് ധനം സമ്പാദിക്കുന്ന ഉപായ് പൂച്ച, ഉപായം, ട്രിക്ക് ചോദിച്ചു. ലേക്കിൻ കോയി ഠോസ് ഉപായ് നഹി മില, പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു നല്ലൊരു ഉപായം അദ്ദേഹത്തിന് ലഭിച്ചില്ല. സുബഹ് കാ സമയഥ, രാവിലെയായി, സുബഹ് മീൻസ് രാവിലെ. വിക്രം ഖേത്തോം സേ ഹോക്കർ ജാ രഹാ ഥ, വിക്രം എന്നാണ് ആ യുവാവിൻ്റെ പേര്. അദ്ദേഹം വയലിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. രാസ്തേ മേ ഏക് കിസാൻ സേ ഉസ്നെ ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. അപ്പോൾ വഴിയിലൊരു കിസാനെ കണ്ടു, കൃഷിക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് പെട്ടെന്ന് പണക്കാരനാകുന്നത് എന്ന് ചോദിച്ചു. കിസാനെ വിക്രം കോ ബതായ, അപ്പോൾ കിസാൻ വിക്രമിനോട് പറഞ്ഞു, ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്താ ഹെ, ആ ഗ്രാമത്തിൻ്റെ മറുഭാഗത്ത് ഒരു നല്ല മനുഷ്യനുണ്ട്. സജ്ജൻ എന്ന് വെച്ചാൽ നല്ല മനുഷ്യൻ. ഉൻക നാം ഹെ വിശ്വനാഥ്, അദ്ദേഹത്തിൻ്റെ പേര് വിശ്വനാഥ് എന്നാണ്. ഷായദ് വേ കോയി ആസാൻ തരീക്ക ബതാ സക്തെ ഹെ, ഷായദ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഈസി ആയിട്ടുള്ള മാർഗം പറഞ്ഞു തരും. വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽപട, അദ്ദേഹം പെട്ടെന്ന് തന്നെ വിശ്വനാഥിൻ്റെ വീട്ടിലേക്ക് പോയി. उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിൽ ചെന്നപ്പോൾ തന്നെ കണ്ടു, വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഔർ വിശ്വനാഥ് കമരേ മേ ബൈഠേ ദേ, വിശ്വനാഥ് മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വിക്രം നെ ഉനെ പ്രണാം കിയ ഔർ ഉൻകെ സാമനെ ബൈഠ് ഗയ, അപ്പോൾ വിക്രം അദ്ദേഹത്തിനെ പ്രണമിച്ചു, നമസ്കാരം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നു. जैसे ही विश्वनाथ ने आंखें खोली, विक्रम ने अपने मन की बात कही. അപ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് നോക്കി, ഇതാരാ വന്നേ നോക്കിയപ്പോൾ തന്നെ വിക്രം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. മേ ബഹുത് ഗരീബ് ഹും, ആപ് മുझे ജൽദി ധൻ കമാനെ കാ കോയി ഉപായ് ബതായേ. അപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം? വിക്രം എന്താണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, വിശ്വനാഥിനോട്? മേ ബഹുത് ഗരീബ് ഹും, ഞാൻ വളരെ ഗരീബാണ്, ദരിദ്രനാണ്. ആപ് മുझे ജൽദി ധൻ കമാനെ കാ കോയി ഉപായ് ബതായേ, എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഉപായം പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വനാഥ് പറഞ്ഞു, നീ വസന്ത നഗറിൽ പോകൂ, അവിടെ ഒരു മനുഷ്യൻ 20,000 രൂപയ്ക്ക് കണ്ണുകൾ വാങ്ങുന്നുണ്ട്, അപ്പോൾ നീ നിൻ്റെ കണ്ണുകൾ അയാൾക്ക് വിൽക്കൂ എന്നാണ് പറഞ്ഞത്. വിക്രം കോ ആശ്ചര്യ ഹോ, വിക്രം അത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു. അപ്പനെ ആംഖേം ബേച്ച് ദോ ഫിർ മേ ദേഖൂങ്കാ കേസേ, എൻ്റെ കണ്ണ് വിൽക്കാനോ,
ഞാൻ പിന്നെ എങ്ങനെ കാണും? അപ്പോൾ അദ്ദേഹം വിശ്വനാഥ് വീണ്ടും പറഞ്ഞു, ठीक है तो 15,000 में अपने दोनों पैर बेच दो. എന്നാൽ 15,000 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് റുപ്പീസിന് തൻ്റെ 2 കാലുകളും വിൽക്കൂ. ക്യാ പയർ ബേച്ച് ദോ തോ ചലൂങ്ക കേസേ? ഞാൻ കാല് വിറ്റാൽ എങ്ങനെയാണ് ഞാൻ നടക്കുക എന്ന് വിക്രം ചോദിച്ചു. ഹൈരാൻ സേ, ഹൈരാൻ എന്ന് വെച്ചാൽ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഹൈരാൻ എന്ന് വെച്ചാൽ ആശ്ചര്യത്തോടെ ചോദിച്ചു. तो 25,000 में अपने दोनों हाथ बेच दो. എന്നാൽ 25,000 രൂപയ്ക്ക് 2 കൈകളും വിൽക്കൂ എന്ന് പറഞ്ഞു. अपने हाथों के बिना मैं काम कैसे करूँगा? എൻ്റെ കൈയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും എന്ന് വിക്രം ചോദിച്ചു. तो तुम अपना पूरा शरीर ही बेच दो, तुम्हें 1,00,000 रुपया मिलेगा. എന്നാൽ നീ നിൻ്റെ ശരീരം മുഴുവനും വിൽക്കൂ, നിനക്ക് 1,00,000 രൂപ ലഭിക്കും. വിശ്വനാഥ് की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा. ഇത് കേട്ടപ്പോൾ വിശ്വനാഥിന് ദേഷ്യവും വിഷമവും ഒക്കെ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, नहीं नहीं 1 करोड़ रुपये मिलने पर भी मैं ऐसा नहीं करूँगा. 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാനങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വനാഥിനെ മുസ്കുരാക്കർ സമച്ചായ. അപ്പോൾ വിശ്വനാഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരേ ഭായി अपने शरीर को इतना मूल्यवान समझते तो तुम गरीब कैसे हो? സഹോദര, നീ നിൻ്റെ ശരീരത്തിനെ ഇത്രയും മൂല്യമുള്ളതായി കണക്കാക്കുന്നുവെങ്കിൽ നീ എങ്ങനെയാണ് ദരിദ്രനാകുന്നത്? അതായത് ഇത്രയും മൂല്യമുള്ള ശരീരം അല്ലേ, 1 കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ശരീരം വിൽക്കില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയും 1 കോടിയേക്കാൾ മൂല്യമുള്ള തൻ്റെ ശരീരം ഉണ്ടായിട്ടും താൻ എങ്ങനെയാണ് ഗരീബാവുന്നത്, ദരിദ്രനാകുന്നത് എന്ന് ചോദിച്ചു. ജാവോ തുമാര ശരീർ ഹി ഏക അൻമോൾ ഖസാന ഹെ. നിൻ്റെ ശരീരം തന്നെ നിൻ്റെ വലിയൊരു ധനമാണ്, അതുകൊണ്ട് നീ പോയി ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു. ഇസ്ക ഉപയോഗ് കരോ, അതായത് ജോലി ചെയ്യൂ. വിക്രം കി ആംഖേം ഖുൽഗയി. ഇതെല്ലാം കേട്ടപ്പോൾ വിക്രമിന് മനസ്സിലായി. ആംഖേം ഖുൽഗയി എന്ന് വെച്ചാൽ മനസ്സിലായി. ഇതാണ് ഈ സ്റ്റോറി. 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ നോക്കാം. ആദ്യമായിട്ട് വിക്രം കെ ബാരേ മേം കിസാനെ ക്യാ സോച്ചാ ഹോഗ. അപ്പോൾ വിക്രമനെ കുറിച്ച് കിസാൻ എന്തായിരിക്കും ചിന്തിച്ചത്? അതായത് വിക്രമൻ കിസാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചില്ലേ എളുപ്പം പണക്കാരനാകാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ കിസാൻ എന്തായിരിക്കും ചിന്തിച്ചത്? അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, ഇവൻ ഒരു ദരിദ്രനാണ്, പക്ഷേ വളരെ മടിയനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹവും മനസ്സിലുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഹിന്ദിയിൽ അത് പറയുകയാണെങ്കിൽ വഹ് ഗരീബ് ഹെ ലേക്കിൻ ആലസി ഭി ഹെ ഉസ്കോ ജൽദി ബന്നെ കി ഇച്ഛാ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വനാഥിനെ കൈ ഉപായ് ബതായെ ലേക്കിൻ വിക്രം നെ നഹി മാന ക്യോ. അതായത് വിശ്വനാഥൻ കുറേ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, പക്ഷേ വിക്രമിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതൊന്നും സമ്മതിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കാം? തൻ്റെ ശരീരം അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തത്. അതായത് अपने शरीर और शरीर के अंगों को बेचकर पैसा कमाना उसको अच्छा नहीं लगा. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വനാഥ് का उपदेश सुनकर विक्रम ने आगे क्या किया होगा. അപ്പോൾ വിശ്വനാഥിൻ്റെ ഉപദേശം കേട്ടിട്ട് വിക്രം എന്തായിരിക്കും പിന്നെ ചെയ്തത്? കഠിന പ്രയത്നം ചെയ്ത് ധനമുണ്ടാക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. അടുത്തത് ഘട്നായേം ലിഖേ. ഘട്നായേം എന്നാൽ സംഭവങ്ങൾ എഴുതാൻ. മിത്രോं से जल्दी धन कमाने का उपाय पूछा. മിത്രങ്ങളോട് പെട്ടെന്ന് സമ്പത്തുണ്ടാകാനുള്ള ഉപായങ്ങൾ ചോദിച്ചു. വിശ്വനാഥിനെ ശരീർ കെ അംഗ് ബേച്ച്നേക്കോ കഹ. വിശ്വനാഥൻ ശരീരത്തിലെ അംഗങ്ങൾ വിൽക്കാൻ പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് എന്തായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുന്നത്? അമീർ ബന്നെ കെ ലിയെ അപ്പനെ ശരീർ ഔർ ശരീർ കെ അംഗ് ബേച്ച്നേക്കോ വഹ് തയ്യാർ നഹി ഥ. ഒരു പണക്കാരനാകാൻ വേണ്ടി തൻ്റെ ശരീരഭാഗങ്ങളും ശരീരവും വിൽക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു എന്നെഴുതാം. അടുത്ത് കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്? ഈ മൂന്ന് പേരുടെ, കിസാൻ, വിക്രം, വിശ്വനാഥ്, ഇങ്ങനെ 3 പേരുടെ കൊടുത്തിട്ടുണ്ട്, 3 പേരെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആരാണ് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് പറഞ്ഞതെന്നാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ജയ്സെ വിക്രം നെ കഹാ കി മേ ബഹുത് ഗരീബ് ഹും. അങ്ങനെ എഴുതണം. വിക്രം പറഞ്ഞു ഞാൻ വളരെ പാവപ്പെട്ടവനാണ്
അതേപോലെ സെൻറ്റൻസിൽ എഴുതണം. ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹെ. ആരാണ് അത് പറഞ്ഞത്? കിസാനാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയും? കിസാൻ നെ കഹാ ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ, തും വസന്തനഗർ ജാവോ. നീ വസന്തനഗറിൽ പോകൂ എന്നാരാണ് പറഞ്ഞത്? വിശ്വനാഥാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിശ്വനാഥിനെ കഹാക്കി തും വസന്തനഗർ ജാവോ. കരോട് റുപ്പയെ മിൽനെ പർ ഭി മേ ഏസാ നഹി കരുങ്ക. 1 കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതാരാണ്? വിക്രമാണ്. അങ്ങനെ എഴുതും, വിക്രംനെ കഹാക്കി 1 കരോട് റുപ്പയെ മിൽനെ പർ ഭി മേ ഏസാ നഹി കരുങ്ക. അടുത്തത്, വിശ്വനാഥ് കാ ഉപദേശ് സുൻകർ വിക്രം കി ആംഖേം ഖുൽ ഗയി. വിശ്വനാഥൻ്റെ ഉപദേശം കേട്ടപ്പോൾ വിക്രമൻ്റെ കണ്ണ് തുറന്നു. വിക്രം കി ഉസ് ദിൻ കി ഡയറി തയ്യാർ കരെ. നമ്മൾ വിക്രമിൻ്റെ ആ ദിവസം വിക്രം എന്തായിരിക്കും തൻ്റെ ഡയറിയിൽ എഴുതിയത് എന്ന് നമ്മളൊരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിക്രം എന്തായിരിക്കും എഴുതിയതെന്ന് നമ്മൾ എഴുതും. അപ്പം ഇങ്ങനെ എഴുതാം, मैंने आज जल्दी धन कमाने की इच्छा से विश्वनाथ नामक एक सज्जन के पास गए. ഞാനിന്ന് പണക്കാരനാകാനുള്ള ആഗ്രഹം കൊണ്ട് വിശ്വനാഥ് എന്ന പേരുള്ളൊരു സജ്ജൻ്റെ, നല്ലൊരു മനുഷ്യൻ്റെ അടുത്തെത്തി. ഉനോനെ ശരീർ കാ മൂല്യക്കോ മുझे സമച്ചായ. ശരീരത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ഹമാര ശരീർ ഏക് അൻമോൽ ഖസാന ഹെ. നമ്മുടെ ശരീരം ഒരു വിലമതിക്കാനാകാത്ത ഒരു ധനമാണ്. ശരീർ സേ പ്രയത്ന കർണേ സേ ഹി ഹംകോ ധൻ മിലേങ്കെ. നമുക്ക് ശരീരം കൊണ്ട് പ്രയത്നിച്ചാൽ നമുക്ക് ധനം കിട്ടും. ഇസ്ലേ ആജ് സേ മേ കാം കർക്കെ പൈസ കമാവുക. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കും. അമീർ ബനൂങ്ക, പണക്കാരനും ആകും. അടുത്തത്, കഹാനിക്കോ ആകെ ബെഠായി. അപ്പോൾ കഹാനിയെ ഒന്നുകൂടെ വികസിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കെഴുതാം, വഹ് ഘർ ജാക്കർ ഖേത് പർ കാം കർണ ശുരു കിയ. അപ്പോൾ അദ്ദേഹം വിശ്വനാഥിൻ്റെ വീട്ടിൽ നിന്ന് നേരെ തൻ്റെ വീട്ടിൽ പോയിട്ട് ഖേത്തിലേക്കാണ് പോയത്, ഫീൽഡിലേക്കാണ് പോയത് അല്ലേ, കൃഷിസ്ഥലത്തേക്ക് പോയി. എന്നിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. കഠിൻ പരിശ്രമം കർക്കെ ഖേത്തി കർണേ കെ കാരൺ ഖൂബ് ഫസൽ മിൽ ഗയി. അങ്ങനെ നല്ല പരിശ്രമം ചെയ്ത് കൃഷി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നിറച്ച് വിളവും ഉണ്ടായി. ഫസൽ കോ ബേച്ച് കർ വഹ് അമീർ ബൻ ഗയ. അങ്ങനെ ആ വിളവുകളൊക്കെ വിറ്റ് അദ്ദേഹം പൈസ ഉണ്ടാക്കി, അങ്ങനെ പണക്കാരനും ആയി. ഈ കഥ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.